ദ പേഴ്സൺ ഹൂ ഡസൻറ്റ് റീഡ് ഹാസ് നോ അഡ്വാൻറ്റേജ് ഓവർ ദ പേഴ്സൺ ഹൂ കാൺട്ട്. മാർക്ക് ട്വെയിൻ. ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളെ 2 ഫ്യൂച്ചർ വേർഷൻസ്. വേർഷൻ നമ്പർ 1, ദ പേഴ്സൺ ഹൂ റീഡ്സ് ഫോർ 1 hour എവറി ഡേ. ഞാൻ ഇതൊരു മെയിൽ പേഴ്സ്പെക്റ്റീവിലാണ് പറയുന്നത്. സോ ഈ വേർഷന് ഓനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ പറയുന്നതിന് മുമ്പ് ഓനെ ആലോചിച്ചിട്ടേ പറയുള്ളൂ. അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നില്ല. ഇവന് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ എടുക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ എടുക്കുന്ന അധിക തീരുമാനങ്ങളും റൈറ്റ് ഡിസിഷൻസ് ആയിരിക്കും. ഹി നോസ് ഹൗ ടു ബി എ ഗ്രേറ്റ് സൺ, എ ഹസ്ബൻഡ് ആൻഡ് എ ഫാദർ. മറ്റുള്ള ആൾക്കാർ ഓനോട് ചൂടാവുമ്പോഴോ അല്ലെങ്കിൽ ഓരോ ബാഡ് മൂഡിലൊക്കെ നിൽക്കുമ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഓനക്കുണ്ട്. ഹി ഈസ് കാം, ഇമോഷണലി ഇൻ്റലിജൻറ്റ് ആൻഡ് ഹി ബിൽഡ്സ് എ ലൈഫ് ട്രൂലി അലൈൻഡ് വിത്ത് ഹിസ് പർപ്പസ്. എന്നാൽ അതേസമയം ഞങ്ങളെ 2ാമത്തെ വേർഷന്, ദ പേഴ്സൺ ഹൂ ഡസൻറ്റ് റീഡ്. ഓൻ എന്താ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റീഡ് ചെയ്യുക, അതുപോലെ ലോങ് ഫോം വീഡിയോസ് വാച്ച് ചെയ്യുക, പോഡ്കാസ്റ്റുകൾ കേൾക്കുക എന്നൊക്കെയുള്ളത് ടൈം വേസ്റ്റിംഗ് ആണ്. ഓനോൻ്റെ ടൈം ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുക. എങ്ങനെ? ഷോർട്സും റീൽസൊക്കെ കണ്ടാണ്ട് കുറച്ച് നേരം കൊണ്ട് കുറേ സംഭവങ്ങൾ പഠിക്കാമല്ലോ. ഓന് പെട്ടെന്ന് ചൂടാവും. അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ്ലി ഓൻ്റെ ലൈഫും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെ ലൈഫും തമ്മിൽ ഓൻ കമ്പയർ ചെയ്യും. ബോഡി ആണെങ്കിലും പൈസ ആണെന്നുണ്ടെങ്കിലും ലൈഫ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിലും ഒക്കെ. ഓൻ വിശ്വസിക്കുന്നത് ഓൻ്റെ ലൈഫ് മിസറബിൾ ആവാൻ കാരണം ഈ ലോകത്തുള്ള ആൾക്കാരും ഇവിടുത്തെ സിസ്റ്റവും ഈ സൊസൈറ്റിയൊക്കെ ആണെന്നാണ്. ഓൻ എപ്പോഴും ഓനക്ക് പൈസ ഒന്നും ഇല്ലാത്തതിന് ഓൻ്റെ പാരൻസിനെയാണ് ബ്ലെയിം ചെയ്യുക. ഓന് കഷ്ടപ്പെട്ട് പണിയെടുക്കാത്തതുകൊണ്ട്. ആരെങ്കിലും ഓനോട് ചൂടാവുകയോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓന് കൂടുതൽ ഷൗട്ട് ചെയ്യും ജയിക്കാൻ വേണ്ടിയിട്ട്. ഓനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ തിങ്ക് ചെയ്യാതെ ഇമ്പൾസീവായിട്ട് ഓൻ റെസ്പോണ്ട് ചെയ്യും. ഓനക്ക് റിസ്കുകൾ എടുക്കാൻ പേടിയാണ്. ഓൻ തോറ്റ് കഴിഞ്ഞാൽ ഓൻ്റെ ഫ്രണ്ട്സ്, കുടുംബക്കാർ അല്ലെങ്കിൽ നൈബേഴ്സൊക്കെ എന്താ വിചാരിക്കുക എന്നുള്ള ടെൻഷനാണ് ഓനക്ക്. ഇറ്റ് സ്കെയർസ് ദ ഷിറ്റ് ഔട്ട് ഓഫ് മീ ഇഫ് ഐ ആം ദ സെക്കൻഡ് വേർഷൻ. അതുകൊണ്ട് തന്നെ ഐ റീഡ് ആൾമോസ്റ്റ് എവറി ഡേ ആൻഡ് യു ഷുഡ് ടു.